ദേവി, തോന്നിയ ദിവസം പറഞ്ഞ എന്റെ രീതി അങ്ങ് മാറും. മാറും, അതിപ്പോഴേ മാറിക്കഴിഞ്ഞു. പഴയ നന്ദുവാണോ ഇപ്പൊ? ഞാൻ എന്ത് മാറിയതെന്ന് നീ പറയുന്നേ? ഇനി എന്ത് സംഭവിച്ചാലും ഒക്കെ അവസാനിപ്പിച്ചിട്ടേ തിരിച്ചു കയറും. ഞങ്ങൾ 4 പേർക്കും 4 ലക്ഷ്യങ്ങളാണ് ഉള്ളത്. അതൊക്കെ നേടിയെടുക്കാൻ വേണ്ടി ഈ ഒളിവിലെ പോരാട്ടം തുടരും. ആ ഇസബെൽ ആരാന്ന് എനിക്കറിയണ്ടേ? അതാ അമ്മേ പറയുന്നേ, കോളേജിൽ പഠിച്ച ഞങ്ങളുടെ ഫ്രണ്ടാ അവള്. എന്നിട്ടാണോ ഇത്തരത്തിലുള്ള ഓരോ വാർത്തകൾ കേൾക്കുന്നത്? ഞാൻ MLA അല്ലേ, അറിയപ്പെടുന്ന ആളുകളുടെ കുടുംബത്തെക്കുറിച്ച് ഇങ്ങനെ ഇല്ലാ കഥകളൊക്കെ വരും. എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞിങ്ങനെ സമാധാനപ്പെടുത്തണ്ട. സാധാരണ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത പെണ്ണുങ്ങൾക്ക് ഇതുപോലെ ഓരോ അബദ്ധങ്ങൾ സംഭവിക്കുന്നതെന്ന് പറയും. ചുറ്റും നടക്കുന്നതോ ഭർത്താവ് പറ്റിക്കുന്നോ ഒന്നും ആ പാവങ്ങള് പെട്ടെന്ന് മനസ്സിലാക്കില്ല. പക്ഷെ ഉയർന്ന സ്ഥാനങ്ങളിലെത്തിയാലും പെണ്ണിന്റെ അവസ്ഥകൾക്ക് മാറ്റമൊന്നുമില്ലെന്ന് മനസ്സിലായി. MLA ആയാലും മന്ത്രി ആയാലും ശരി, പെണ്ണാണെങ്കിൽ കണ്ണീര് കുടിക്കേണ്ടി വരും. അമ്മേ, ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടുകാരിയാ ഇസബെല്ല. എന്തു കൂട്ടുകാരി? വഴിയിൽ കാറിലെ നന്ദനുമായിട്ട് ഇരിക്കുന്ന പോലുള്ള കൂട്ടൊന്നും സമ്മതിക്കരുത്. മോളെ, നീ പറ, എന്താ കാര്യം? അവളുമായിട്ട് നന്ദൻ എന്താ ഇത്ര അടുപ്പം? ഇതെന്താ അമ്മയ്ക്ക് മനസ്സിലാവാത്തെ? നന്ദും കെവനും കൂടെ പുതിയ ബിസിനസ് തുടങ്ങിയിട്ടില്ലേ? ആ കമ്പനിയില് ഇസബെല്ലയ്ക്കും ഷെയർ ഉണ്ട്. ഓഫീസ് കാര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് യാത്രയും മീറ്റിങ്ങുകളും ഒക്കെ ഉണ്ടാവും. കാറ് വഴിയിൽ ഒതുക്കി അതിൽ കളിയും ചിരിയും നടത്തുന്നതാണോ മീറ്റിംഗ്? അത് ആൾക്കാരുണ്ടാക്കിയെടുത്ത കഥകളല്ലേ അമ്മേ? മോളെ, നന്ദൻ തെറ്റായ രീതി പോകുന്ന ആളല്ല, അതെനിക്കറിയാം. പക്ഷെ സാഹചര്യങ്ങൾ ഏതു മനുഷ്യനെയും വഴിതെറ്റിക്കും. തുടക്കത്തില് കഥയാണ്, കളിയാണ് എന്നൊക്കെ തോന്നും. അവസാനാണ് കാര്യമായിരുന്നു എന്ന് മനസ്സിലാവുന്നത്. ഇതുപോലുള്ള കാര്യങ്ങളിൽ ബാക്കി എല്ലാവരും എല്ലാം അറിഞ്ഞതിന് ശേഷമായിരിക്കും വീട്ടുകാര് സത്യം മനസ്സിലാക്കുന്നത്. അതുവരെ നാട്ടുകാരെ കുറ്റപ്പെടുത്തുകയും അവരോട് ദേഷ്യം കാണിക്കുകയും ചെയ്യും. മോളെ, നിന്നെ സങ്കടപ്പെടുത്താനല്ല ഞാൻ പറഞ്ഞത്. കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് ഇതുപോലുള്ള കാര്യങ്ങൾ വിട്ടുകളയരുത്. മുളയിലേ നുള്ളണം. നമ്മുടെ ജീവിതം ഇല്ലാതാക്കാൻ വേറെ ആരെ സമ്മതിക്കരുത്. അങ്ങനെ മറ്റൊരാൾ നമ്മുടെ കുടുംബത്തിൽ കയറുകയാണെങ്കിൽ അത് നമ്മുടെയും കൂടെ കഴിവുകേടാ. മോളെ, എന്റെയും മാധവേട്ടന്റെ സ്വപ്നം എന്താ? നീയും ശാരിയും കുടുംബമായിട്ട് സന്തോഷത്തോടെ കഴിയുന്ന കാണണം. ഞങ്ങൾക്കെന്നല്ല, ഏതൊരു അച്ഛനും അമ്മയ്ക്കും അങ്ങനെ തന്നെയാ. മക്കളുടെ സന്തോഷത്തിനപ്പുറം ഒന്നുമില്ല. കല്യാണക്കാരത്തെ ശാരി പിടിതരാതെ ഒഴിഞ്ഞു മാറുക, അതിൻ്റെ ഒരു വലിയ വിഷമം ഞങ്ങൾക്കുണ്ട്. ഇപ്പോ നിന്റെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളാണെന്നറിഞ്ഞപ്പോ തളർന്നുപോയി. ഈ അമ്മയ്ക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? അമ്മ, എന്റെ കാര്യത്തിൽ ഒരു തളർച്ചയും വേണ്ട. പിന്നെ ശാരിയുടെ കല്യാണം നമുക്ക് ഇന്ന് തന്നെ അതിലൊരു തീരുമാനം ഉണ്ടാക്കാം. അവളുടെ സമ്മതമൊക്കെ അവിടെ നിൽക്കട്ടെ, തീരുമാനം നമുക്കെടുക്കാം. അവളെ കൊണ്ട് സമ്മതിപ്പിക്കാം. അമ്മ വന്നേ, താഴേക്ക് പോ. വാ വാ. ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് മൂർച്ച കൂടുമ്പോ ഭാര്യ വീട്ടുകാര് ഭർത്താവിന്റെ വീട്ടിൽ വരുന്നത് സ്വാഭാവിക. ദേവിയുടെ അച്ഛനും അമ്മയും ചന്ദ്രോത്ത് വന്നത് അങ്ങനെ കണ്ടാ മതി. ചെറിയ ചെറിയ പൊട്ടിത്തെറിയിൽ തുടങ്ങി വലിയ ബോംബുകൾ ചന്ദ്രോത്ത് സ്ഫോടനങ്ങൾ സൃഷ്ടിക്കട്ടെ. അതൊക്കെ ശരിയാ. പക്ഷെ നന്ദന്റെ മനസ്സിനകത്ത് സൂക്ഷിച്ചിരിക്കുന്ന ബോംബ് പൊട്ടിത്തെറിക്കുന്ന ഇപ്പൊ എന്റെ പേടി. എന്താടാ? അല്ല, ഈ സ്വന്തക്കാരും ബന്ധുക്കളൊക്കെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോ ഋഷിയെ കൊന്നത് ഞാനാണെന്നങ്ങനെ നന്ദൻ വിളിച്ചു പറയുന്ന ഇപ്പൊ എന്റെ പേടി. ഹേയ്, ഈ ഇസബെല്ലെ അറിയിക്കാതെ നന്ദൻ ഒരു കാര്യവും ആരോടും പറയില്ല. അവന്റെ മനസ്സിന്റെ കൺട്രോള് ഇപ്പൊ എന്റെ കയ്യിലാ. അതുകൊണ്ട് ആ കാര്യത്തിൽ നീ പേടിക്കണ്ട. നോ ഇഷ്യൂസ്.
എന്നാ അടുത്തൊരു ഇഷ്യൂ പറയട്ടെ. നീ ഓരോ ഇഷ്യൂ ആയിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. എന്നാ പറയുന്നില്ല പോരെ? എടാ പറയടാ. പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് നമുക്കൊരു പാര വരാൻ ചാൻസ് ഉണ്ട്. എവിടുന്ന്? ആരാ അത്? അരുന്ധതി, ഋഷിയുടെ അമ്മ. അവരെന്താ പറഞ്ഞേ? ഞാൻ ഋഷിയെ കാണാൻ പോയിരുന്നല്ലോ. ഞാൻ കരുതി ഋഷിക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന കാണുമ്പോൾ അവർക്ക് ഹാപ്പി ആവുമെന്നാണ്. അവർ നമുക്ക് പിന്തുണ തന്ന് നമ്മൾ സ്ട്രോങ് ആവുമെന്നാണ്. പക്ഷെ അവർ പറയുന്നത് നമ്മൾ ഈ കാര്യത്തിൽ മുന്നോട്ട് പോകണ്ടെന്നാണ്. അതങ്ങ് പള്ളി പറയാൻ പാടില്ലായിരുന്നോ? ഞാനത് പറഞ്ഞു. ഋഷിയും കട്ടയ്ക്ക് കൂടെ നിന്നു. മകനെ തിരിച്ചിട്ടതിന്റെ സന്തോഷത്തിൽ അവരെല്ലാം കൂടെ പോലീസിൽ അറിയിക്കുന്ന ഇപ്പൊ എന്റെ പേടി. അറിയിക്കട്ടെ, അപ്പൊ കാണാം ഈ ബെല്ല ആരാണെന്ന്. തിരിച്ചു വന്നവനെ അതേപോലെ തിരിച്ചയക്കാനും എനിക്കറിയാം. ബെല്ല, നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ. ഒരു സാധ്യത മാത്രമല്ലേ ഞാൻ പറഞ്ഞത്. എടാ, വ്യക്തമായിട്ടൊരു ലക്ഷ്യമായിട്ടാ ഞാൻ നിൽക്കുന്നത്. നന്ദൻ, അതിനിടയിലുള്ള എല്ലാ തടസ്സങ്ങളും ഞാൻ തകർത്തെറിയും. അതിനി അരുന്ധതി ആയാലും അവളുടെ സന്തതി ആയാലും ശരി. ഞാൻ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയത് ഒന്ന് മാത്രമാ. നന്ദൻ. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മാത്രമായിരുന്നില്ല, എനിക്കെല്ലാമായിരുന്നു. ദേവിക എന്ന ഗ്രാമീണ സുന്ദരി ഞങ്ങൾക്കിടയിലോട്ട് കയറി വരുന്നത് വരെ നന്ദനും ഞാനായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ടത്. മംഗലശ്ശേരി മാധവൻ എന്ന കള്ളുകുടിയനും തെമ്മാടിയുമായ അച്ഛൻ്റെ തോന്നിയവാസവും ഏതോ ഒരു ഗുണ്ടയ്ക്ക് അവളെ കെട്ടിച്ചു കൊടുക്കുമെന്ന ഭീഷണിയൊക്കെ കേട്ട നന്ദൻ അവളുടെ സങ്കടക്കടലിൽ അവനങ്ങ് വീണുപോയി. സഹതാപം പ്രണയമായി. എന്റെ സൗഹൃദം അവന് തമാശയായി. പിന്നീട് അകറ്റി നിർത്തി. ഇത്ര കാലം ഞാൻ ജീവിച്ചതും ഇപ്പൊ ജീവിക്കുന്നതും നഷ്ടപ്പെട്ട എന്റെ സ്വപ്നങ്ങളെ തിരിച്ചു പിടിക്കാനാ. നേടണം, നേടിയേ പറ്റൂ. ബെല്ല, ആദ്യം ദേവിക നന്ദൻ അകറ്റി നിർത്തണം. അന്ന് ക്യാമ്പസിൽ ഞാൻ അനുഭവിച്ചത് ഇന്ന് അവൾ അറിയണം. പിന്നെ നന്ദനെ എന്റേതാക്കണം. അതുവരെ ഈ നാടകം തുടരണം. ഋഷി പുറത്തിറങ്ങാൻ പാടില്ല. അവൻ പുറത്തിറങ്ങില്ല. ഞങ്ങൾ വന്നത് ബുദ്ധിമുട്ടായോ? സാറിന് പാർട്ടി മീറ്റിംഗ് ഒക്കെ കാണുമായിരിക്കുമല്ലോ. വൈകുന്നേരം മീറ്റിംഗ് ഉള്ളൂ. പാർട്ടി മീറ്റിംഗ് അല്ല, ഒരു പൗരയോഗം. വെളുപ്പൻകോട് ഒരു പ്ലാന്റ് വന്നിട്ടുണ്ടല്ലോ. അതിനെതിരെ എന്തെങ്കിലും ചെയ്യണ്ടേ? ശാരികയുടെ കല്യാണക്കാര്യം എന്തായി? അത് നീണ്ടുപോവുകയാണല്ലോ. ഇനി എത്രയും പെട്ടെന്ന് നടത്തുന്നതല്ലേ ഭംഗി. അതിന് അവളൊന്ന് പിടിതരണ്ടേ? ചോദിക്കുമ്പോ പറയും പഠിത്തം കഴിയട്ടെ എന്ന്, പഠിത്തം കഴിയുമ്പോ പരീക്ഷ കഴിയട്ടെ എന്ന്, പിന്നെ ജോലി കിട്ടട്ടെ എന്ന്. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് വിവാഹത്തിനൊട്ടും ധൃതിയില്ല. പലർക്കും താല്പര്യവുമില്ല. ബന്ധങ്ങളുടെ തകർച്ചയൊക്കെയല്ലേ പുതിയ തലമുറ കാണുന്നത്. അവർക്ക് മടുപ്പ് വരും. എന്തായാലും ശാരികയുടെ കല്യാണം നമുക്കെല്ലാവർക്കും കൂടി മംഗളമായിട്ട് നടത്തണം. അതെ, ഞങ്ങളും അതിനു വേണ്ടിയാ കാല് പിടിക്കും പോലെ അവളോട് പറയുന്നത്. പക്ഷെ അവള് പിടിതരണ്ടേ? എത്ര നല്ല ആലോചനയാ നവീന്റേത്. കുറ്റം പറയാൻ ഒന്നുമില്ല. അതുപോലും അവൾക്ക് അങ്ങ് സമ്മതാവുന്നില്ല. ഇനി അവൾ മറ്റാരെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ? ഏയ്, അതൊരിക്കലും ഉണ്ടാവില്ല സാർ. ഒന്നാമത് അവള് പ്രേമവിവാഹത്തിനൊക്കെ എതിരാ. പ്രേമിച്ച് വിവാഹം കഴിച്ചവർ പിന്നീട് തെറ്റിപ്പിരിയുന്നതും
അവരുടെ ബന്ധത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും കണ്ടുമടുത്തിട്ടാവണം. പ്രേമവിവാഹം എന്ന് കേട്ടാലേ അവൾക്ക് കലിയ. ലവ് മാരേജ് അത്ര മോശം കാര്യമൊന്നും അല്ല രാധികയെ. ഏയ്, ഞാൻ അടച്ചങ്ങ് പറയല്ല. പക്ഷേ ചിലർ ആദ്യത്തെ സന്തോഷം കഴിയുമ്പോ ഭാര്യയുടെ കുറ്റം കുറവും കണ്ടുപിടിക്കാൻ തുടങ്ങും. മറ്റു സ്ത്രീകളെ കാണുമ്പോ അവരതിലങ്ങ് ഹരം കൊള്ളും. ചുറ്റുപാടും നോക്കിയാൽ മതിയല്ലോ, നമുക്കറിയാം. പെൺമക്കളെ എന്തുമാത്രം പ്രതീക്ഷയോടുകൂടിയാ അച്ഛനമ്മമാർ കല്യാണം കഴിച്ചയക്കുന്നത്. മരുമകനെ സ്വന്തം മകനായിട്ട് കാണും. പക്ഷേ അവര് പലപ്പോഴും ഒരു ദൈവം കാണിക്കാറില്ല. എന്താ ഇത്? ഇതൊക്കെ എന്തിനാ ഇപ്പൊ ഇവിടെ വെച്ച് പറയുന്നേ? എന്നെ ദേവിയെ കുറിച്ചാണോ? അല്ല, ഞാൻ ചില കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ള അവകാശമില്ലേ? അതുണ്ട്. പക്ഷെ പറയുന്നത് വ്യക്തമായിട്ട് തുറന്നു പറയണം. ഞങ്ങളെക്കുറിച്ചാണെങ്കിൽ അത് പറയണം. അമ്മേ, നമുക്ക് വേറെന്തെങ്കിലും സംസാരിക്കാം. അങ്ങനെയല്ല മോനെ. ഇപ്പൊ തന്നെ മോനെ പറ്റി അങ്ങനെ ഒരു വാർത്ത വന്നതിൽ ശാരികയ്ക്ക് നല്ല വിഷമമുണ്ട്. അവളുടെ കൂട്ടുകാരികൾ കളിയാക്കിയെന്നാ പറയുന്നത്. പ്രേമിച്ച് കല്യാണം കഴിച്ച ചേച്ചിക്ക് ഈ ഗതിയാണെങ്കിൽ ഒരു പരിചയമില്ലാത്ത ഒരാളെ കെട്ടി കൂടെ താമസിച്ച എങ്ങനെയാവുമെന്നാ ചോദിക്കുന്നേ. അവൾക്ക് വിവാഹം ഇഷ്ടമില്ലാത്ത പോലെയാ എനിക്ക് തോന്നുന്നേ. പിന്നെ പ്രേമിച്ച് വിവാഹം കഴിക്കാൻ അവൾക്ക് ഒരിക്കലും താല്പര്യം ഉണ്ടാവില്ലല്ലോ. ശാരികയ്ക്ക് പ്രേമവിവാഹം ഇഷ്ടമല്ലേ? അല്ല, ആരാ പറഞ്ഞേ? അവൾ ഒരാളെ പ്രേമിക്കുന്നുണ്ട്. അതുകൊണ്ടാ ഇപ്പൊ കല്യാണം വേണ്ടെന്ന് ബലം പിടിക്കുന്നേ. മോനെ, രാധിക പറഞ്ഞത് മോൻ ഇഷ്ടപ്പെട്ടില്ല എന്നറിയാം. അതിന് ശാരിയെ കുറിച്ച് ഇങ്ങനെ അപവാദം പറയരുത്. ഞാൻ ആരെയും കുറിച്ചും അപവാദം പറയുന്ന ഒരാളല്ല. ശാരിക എനിക്ക് എന്റെ അനിയത്തിയാ. അവളെ കുറിച്ച് ഇല്ലാത്ത പറയോ? നന്ദ, നീ വ്യക്തമായിട്ട് ആലോചിച്ച കാര്യങ്ങൾ പറയാവൂ. അങ്ങനെ തന്നെയാ പറയുന്നേ. ശാരികയ്ക്കൊരു പ്രേമമുണ്ട്. അതുകൊണ്ടാ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നേ. അയ്യോ, ശാരിക നന്ദനോട് പറഞ്ഞോ അവക്ക് പ്രണയമുണ്ടെന്ന്? എന്നോടല്ല, മുരളിയോടാ പറഞ്ഞേ. മുരളി എന്നോട് പറഞ്ഞു. ഇല്ല, ഇത് ഞാൻ വിശ്വസിക്കില്ല. വിശ്വസിക്കണ്ട. ഞാൻ പറയുന്നൊന്നും ആരും വിശ്വസിക്കണ്ട. പിന്നെ നന്ദു എന്താ ഇക്കാര്യം എന്നോട് ഇതുവരെ പറയാതിരുന്നേ? അതിന് പറ്റിയൊരു സാഹചര്യം ഉണ്ടായില്ലല്ലോ. ഇല്ല മോനെ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മുരളി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നവീന് ലീവ് കിട്ടാൻ വൈകും, നവീൻ വന്നിട്ട് വിവാഹം നടത്താമെന്നാണല്ലോ പറഞ്ഞത്. ഇങ്ങനെയൊരു സംഭവം ഉണ്ടെങ്കിൽ എന്നോട് പറയില്ലേ? ആന്നും എനിക്കറിയില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ മുരളിയെ വിളിക്കാം, ഞാൻ ചോദിക്കാം. അമ്മ വിളിക്കണ്ട, ഞാൻ ചോദിക്കാം. ഇക്കാര്യം മറ്റാരോടും പറയരുതെന്നാ മുരളി എന്നോട് പറഞ്ഞേ. എന്ന് വെച്ചാ ഇക്കാര്യം ആരെ അറിയിക്കാതെ എങ്ങനെ മുന്നോട്ട് പോകുന്നത്?
ശരിയാക്കി തരാം. അമ്മ ഒന്ന് പറയുന്നത് മനസ്സിലാക്കുക. അമ്മ ഇപ്പൊ അങ്ങോട്ട് പോണ്ട. മാറി നിക്കണം മുരളി. ചന്ദ്രത്ത് എന്റെ വീടാ. അവിടെ പോകാൻ എനിക്ക് ആരുടെ അനുവാദം വേണ്ട. എനിക്ക് നന്ദമോനെ കാണണം. വിടോ. അമ്മ, വിട്. അമ്മ ഒന്ന് നിൽക്ക്. അവിടെ എന്താ നടക്കണമെന്ന് എനിക്കൊന്നും അറിയണല്ലോ. പറയുന്നത് അങ്ങനെ കേൾക്ക്. വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. ഒന്ന് നിന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട കാര്യം ചോദിക്കാനാണോ അമ്മ ഇപ്പൊ പോകുന്നത്? അതൊക്കെ അവര് തീർത്തോളൂ അമ്മേ. അവര് തീർക്കാതിരിക്കോ ചെയ്തോട്ടെ. എനിക്ക് ചോദിക്കണം. ഇസബേലേക്ക് നന്ദമോന്റെ മേലിൽ ഇത്രയ്ക്ക് സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയണം. അവൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരുന്നത് എന്തിനാണെന്ന് അറിയണം. വേറൊരു കാര്യം കൂടി ഉണ്ട്. രാവിലെ രാധികയും മാധവേട്ടനും ചന്ദ്രോത്ത് വരുന്നുണ്ട്. ശാരിക നവീന്റെ കാര്യങ്ങളെ, കല്യാണ കാര്യങ്ങൾ രണ്ടിലൊന്നും അറിയണം. എല്ലാവരും മുന്നിൽ വെച്ച് സംസാരിക്കണം. അമ്മ, കാര്യങ്ങൾ ചുമ്മാ കുളവാക്കല്ലേ. കല്യാണക്കാരി സംസാരിക്കേണ്ടത് ചന്ദ്രോത്തല്ല, ആനക്കാര്യത്തിനിടയിൽ ഒരു ചേനക്കാര്യം. ശാരിയുടെ കാര്യം വലിയ ആനക്കാര്യല്ല തന്നെ ഞാൻ പറയണത്. രണ്ടിലൊന്നും പറയാതെ ഇത് എങ്ങോട്ടാ ഈ തട്ടി കളിച്ചോണ്ട് പോണത്? ഇസബെല്ലയും കൊള്ളാം, ശാരികയും കൊള്ളാം. രണ്ട് കാര്യങ്ങൾ ഇടപെടാൻ എനിക്ക് അവകാശമുണ്ട്. അമ്മേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. ഓ, നിനക്ക് ദേഷ്യം വരാൻ എനിക്ക് എന്താ? ഞാൻ ദഹിച്ചു പോവോ? പോടാ അവിടുന്ന്. എന്താടി? ചന്ദ്രോത്ത് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനാണ് അമ്മയുടെ ആഗ്രഹമെങ്കിൽ അമ്മ പൊയ്ക്കോ. ഞങ്ങൾ തടയുന്നില്ല. അവിടെ കൂട്ടക്കുഴപ്പമാവട്ടെ. അതെ, ആശ്വസിപ്പിക്കാൻ ചെല്ലാൻ അവിടെ ആരും അസുഖമായിട്ട് കിടക്കല്ല. ഒരു പ്രശ്നത്തില അവര്. അവർക്കിപ്പോ കുറച്ച് സമാധാനം കൊടുക്കുക വേണ്ടത്. ഇനി ആ ഇസബെല്ല അവിടെ എങ്ങാനും വരികയാണെങ്കിൽ ഞാൻ അവളുടെ വീട്ടിലേക്കാ ചെല്ലാൻ പോണേ. ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. അവൾ അപ്പ എന്റെ തനി തരം കാണും. മാറി നിൽക്കണം അങ്ങോട്ട്. ദേവിക, ദേവിക, എന്താ പ്രോഗ്രാമിന് വല്ല മാറ്റമുണ്ടോ? എവിടെയെങ്കിലും പോകേണ്ടതുണ്ടോ? മുരളീട്ടാ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ എല്ലാരും ഒരുമിച്ച ലൗഡ് സ്പീക്കറിലിട്ടിരിക്കുക ഫോൺ. എന്താ ദേവിക കാര്യം? മുരളീട്ടാ, സത്യം പറയണം. നവീനുമായിട്ടുള്ള കല്യാണത്തിന് ശാരിക്ക് താല്പര്യമില്ലാത്ത എന്താ? അവൾക്ക് ഒരാളുമായിട്ട് പ്രണയമുണ്ടോ? അങ്ങനെ ശാരിക പറഞ്ഞോ? മുരളീട്ട, ഉത്തരം പറ. അവള് പറഞ്ഞോ ഇല്ലെന്ന് മാത്രം പറഞ്ഞാ മതി. നന്ദു പറഞ്ഞു ഇങ്ങനൊരു കാര്യം മുരളീട്ടൻ നന്ദുവിനോട് പറഞ്ഞെന്ന്. അല്ല, അത് ദേവിക. എന്താ മുരളീട്ട? അത് നമുക്ക് നേരിട്ട് സംസാരിക്കാം. പറ മുരളീട്ട. മുരളീട്ടന്റെ മറുപടിക്ക് വേണ്ടി ഇവിടെ എല്ലാരും കാത്തിരിക്കുക. ശാരികയ്ക്ക് ആരെങ്കിലും ഇഷ്ടമാണെന്ന് മുരളീട്ടനോട് പറഞ്ഞോ ഇല്ലയോ? എന്താ മുരളി ഫോൺ കട്ട് ചെയ്തത്? എന്താ മുരളീട്ടാ, എന്തിനാ ദേവികയെ വിളിച്ചേ? ക്യാൻസലായ ഒരു ഫംഗ്ഷന്റെ കാര്യത്തിന് വിളിച്ചതാ. അതിനെന്താ മുരളീട്ടൻ വല്ലാതിരിക്കുന്ന? ഏയ്, ഒന്നുമില്ല. അച്ഛാ, മുരളി ഇങ്ങനൊരു കാര്യം എന്നോട് വെറുതെ പറയോ? നിങ്ങളിപ്പോ നവീന്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകണ്ട. ഇനി സംശയിക്കാനൊന്നുമില്ല. ദേവികെ, ഞാൻ ചോദിക്കാം, സത്യം പറയണം. ഈ കാര്യങ്ങളൊക്കെ നിനക്കും അറിയായിരുന്നില്ലേ? അമ്മ എന്തായി പറയുന്നേ? ഇങ്ങനെ
ഒരു രഹസ്യം തീർച്ചയായിട്ടും അവള് നിന്നോട് പറയാതിരിക്കില്ല. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഞങ്ങളെയൊക്കെ പറ്റിക്കായിരുന്നില്ലേ? അമ്മ, സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ലായിരുന്നു. അവൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. നന്ദമ്മോൻ അറിഞ്ഞ ഇക്കാര്യം നിന്നോട് പറയാതിരിക്കുവോ? അല്ല, നിങ്ങൾ തമ്മിൽ മിണ്ടാറും പറയാറൊന്നുമില്ലേ? ഈ കാര്യം ശാരികയ്ക്ക് ദേവികയോട് പറയാൻ മടിയായിരിക്കും. ശരി, പക്ഷേ നന്ദൻ ഇവളോട് പറയാലോ. അതോ ഈ മൊബൈലിൽ കാണുന്ന വാർത്തകളൊക്കെ ശരിയാണോ? നിങ്ങൾ അകൽച്ചയിലാണോ? അമ്മ എന്തൊക്കെ ഈ പറയുന്നേ? ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. നാട്ടുകാർക്ക് എന്തും പറഞ്ഞൂടെ? ഇവരകൽച്ചയിലാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുവോ? സത്യത്തിൽ നന്ദനെയും ദേവിയെയും കുറിച്ച് സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത്. ഇപ്പൊ വേറൊരു ഭാരം കൂടി മനസ്സിലേറ്റിയ തിരിച്ചു പോകുന്നത്.